റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. UK-യിൽ യാതൊരു തൊഴിലും ചെയ്യാതെ ജീവിക്കുന്നവരുടെ കണക്കെടുപ്പ് നടത്തി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ്. തൊഴിലില്ലാത്തവരുടെ എണ്ണം 12 ലക്ഷം. കോവിഡ് വ്യാപനത്തിന് ശേഷം 6 മാസത്തോളം 16-നും 24-നും ഇടയിൽ പ്രായമുള്ളവർക്ക് സൗജന്യ ശമ്പളം നൽകിയിരുന്നു. അതിനുശേഷവും ശമ്പളമില്ലാതെ 12 ലക്ഷം പേർ UK-യിൽ ജീവിക്കുന്നുണ്ട്. തൊഴിലില്ലാത്തവരും വിദ്യാഭ്യാസ പരിശീലനങ്ങളിൽ ഏർപ്പെടാത്തവരുമായവരുടെ എണ്ണം രാജ്യത്തെ ഏറ്റവും കുറവുള്ള തെക്കുകിഴക്കൻ മേഖലയുടേതിന് സമാനമായി രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കുറച്ചാൽ പ്രതിവർഷം GDP-യിൽ 23 ബില്യൺ പൗണ്ടിന്റെ വർധനവുണ്ടാകുമെന്നാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ വിശകലനത്തിൽ വ്യക്തമാക്കുന്നത്. ഇതേ പ്രായപരിധിയിലുള്ള 4,22,000 പേർ തൊഴിൽ അന്വേഷകരായുമുണ്ട്. ഇതോടെ തൊഴിൽ രഹിതരായ യുവതലമുറയുടെ ആകെ എണ്ണം 12 ലക്ഷത്തിൽ അധികമായി. ബ്രിട്ടനിലെ മോർഗേജ് ഉപഭോക്താക്കളെ ഞെട്ടിച്ച് ഒക്ടോബറിൽ പണപ്പെരുപ്പം 2.3% കുതിച്ചുയർന്നു. എനർജി നിരക്കുകളിലെ വർധനവാണ് ഇതിന് പ്രധാന കാരണം. സെപ്റ്റംബറിൽ 3 വർഷത്തെ കുറഞ്ഞ നിരക്കായ 1.7% താഴ്ന്ന ശേഷമാണ് ഈ തിരിച്ചുകയറ്റം. പണപ്പെരുപ്പം 2.2% വരെ എത്തുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചിരുന്നു. എന്നാൽ ഈ പ്രതീക്ഷയും കടന്നാണ് നിരക്ക് നിന്നത്. ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന എനർജി പ്രൈസ് ക്യാപ്പിലെ 9.5% വർധനവാണ് ഇതിൽ പ്രധാന സംഭാവന നൽകിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഗ്യാസിനും വൈദ്യുതിക്കും ചെലവേറിയതാണ് പണപ്പെരുപ്പം ഉയരാൻ ഇടയാക്കിയത്. ഇതോടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ലക്ഷ്യമിടുന്ന 2% മുകളിലേക്ക് പണപ്പെരുപ്പ് തിരിച്ചെത്തി. ഇതോടെ ഡിസംബറിൽ വീണ്ടും ഒരു ബേസ് റേറ്റ് കുറയ്ക്കലിന് കേന്ദ്ര ബാങ്ക് മടിക്കും. UK-യിലെ അറിയപ്പെടുന്ന മലയാളി സംഘടനകളിൽ ഒന്നായ ലിവർപൂൾ മലയാളി കൾച്ചറൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മേഴ്സിസൈഡിലെ കായിക പ്രേമികൾക്കു വേണ്ടി നടത്തപ്പെടുന്ന ലിംക സ്മാഷ് സീസൺ 4 ബാഡ്മിന്റൺ ടൂർണമെന്റ് നവംബർ 23 ശനിയാഴ്ച ഗെറ്റേക്കർ സ്കൂളിന്റെ സ്പോർട്സ് ഹാളിൽ വെച്ച് രാവിലെ 8:30 മുതൽ വൈകിട്ട് 6 വരെ നടത്തപ്പെടും. ഈ വർഷത്തെ ടൂർണമെന്റ് നടത്തപ്പെടുക 2 കാറ്റഗറിയിലായിരിക്കും. ആദ്യത്തേത് 40 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയുള്ള ഓപ്പൺ കാറ്റഗറിയും മറ്റൊന്ന് അഡ്വാൻസ് ഇന്റർമീഡിയറ്റ് കൂടി ചേർന്നുള്ളത്. ഇത് 2 കാറ്റഗറിയിലും വിജയികളാകുന്നവർക്ക് ട്രോഫികളും ക്യാഷ് അവാർഡുകളും നൽകുന്നതായിരിക്കും. ലിവർപൂളിലെയും പരിസര പ്രദേശങ്ങളിലെയും യുവജനതയുടെ കായിക വളർച്ചയ്ക്ക് എന്നെന്നും കൂടെ നിന്നിട്ടുള്ള ലിംക ഇനിയും ധാരാളമായിട്ടുള്ള അവരുടെ ഉന്നമനത്തിന് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ലിംക പ്രസിഡന്റ് തോമസ് കുട്ടി ഫ്രാൻസിസ് പറഞ്ഞു. ബ്രിട്ടനിലെ മുതിർന്ന എംപിമാർ ദയാവധം നിയമവിധേയമാക്കുവാനുള്ള നടപടികൾക്കെതിരെ രംഗത്ത് വന്നു. ഏറ്റവും കൂടുതൽ കാലം എംപിമാരായി സേവനമനുഷ്ഠിച്ച ലേബർ പാർട്ടിയുടെ ഡയാൻ ആബറ്റും കൺസർവേറ്റീവ് പാർട്ടിയുടെ സർ എഡ്വേർഡ് ലീയും സംയുക്തമായി നടത്തിയ പ്രസ്താവനയിൽ അസിസ്റ്റഡ് ഡെയിങ് ബിൽ നടപ്പിലാക്കരുതെന്ന് പാർലമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് തിടുക്കത്തിൽ നടപ്പിലാക്കുന്നത് ദുർബലരായ ആളുകളെ അപകടത്തിലാക്കുമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. അസിസ്റ്റഡ് ഡെയിങ് നിയമവിധേയമാക്കുവാനുള്ള സുപ്രധാന വോട്ടെടുപ്പ് നവംബർ 29 വെള്ളിയാഴ്ച നടക്കും. ഇതൊരു സ്വതന്ത്ര വോട്ടെടുപ്പായാണ് പാർലമെന്റിൽ നടക്കും. അതുകൊണ്ട് തന്നെ പാർട്ടി വിപ്പില്ലാത്ത എംപിമാർക്ക് ഇതിനെ അനുകൂലിക്കണമോ എതിർക്കണമോ എന്ന കാര്യത്തിൽ സ്വന്തമായ തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കും. സമാനമായ ബിൽ 2015 അവതരിപ്പിച്ചപ്പോൾ 118-നെതിരെ 330 വോട്ടുകൾക്ക് അത് നിരസിക്കപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് പല രാജ്യങ്ങളിലും ദയാവധം നിയമവിധേയമാക്കിയത് ബില്ലിന്റെ ചർച്ചയിൽ പ്രതിഫലിക്കും എന്നാണ് പൊതുവെ കരുതുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. വിവാദ മുല്ലപ്പള്ളി പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് തിരിച്ചടി. കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കണമെന്നും കോടതി പറഞ്ഞു. കേസിൽ സജി ചെറിയാന് കുറ്റവിമുക്തനാക്കിയ പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് കോടതി വിധി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. ഭരണഘടനയെ ആക്ഷേപിച്ച് പ്രസംഗിച്ചുവെന്ന ആരോപണം നിലനിൽക്കുന്നതല്ല എന്നതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് സജി ചെറിയാന്റെ കേസ് അട്ടിമറിച്ചുവെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. പോലീസിന്റെ കേസ് ഡയറി ഹാജരാക്കുവാൻ കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. സിനിമാ സീരിയൽ നടൻ മേഘനാഥൻ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച പുലർച്ചെ 2:00-ഓടെയാണ് അന്ത്യം. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നടൻ ബാലൻ കെ നായരുടെ മകനാണ്. 50ഓളം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. 1980-ൽ PN മേനോൻ സംവിധാനം ചെയ്ത അസ്ത്രം എന്ന ചിത്രത്തിൽ സ്റ്റുഡിയോ ബോയ് അവതരിപ്പിച്ചുകൊണ്ടാണ് മേഘനാഥൻ സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. പഞ്ചാഗ്നി, ചമയം, രാജധാനി, ഭൂമിഗീതം, ചെങ്കോൽ, മലപ്പുറം ഹാജി, മഹാനായ ജോജി, പ്രായിക്കര പാപ്പൻ, ഉദ്യാനപാലകൻ, ഈ പുഴയും കടന്ന്, ഉല്ലാസപ്പൂങ്കാറ്റ്, രാഷ്ട്രം, കുടമാറ്റം, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, വാസ്തവം, ആക്ഷൻ ഹീറോ ബിജു എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ. 2022 റിലീസ് ചെയ്ത കൂമനാണ് അവസാന ചിത്രം. നടൻ മേഘനാഥിന് റേഡിയോ ലൈമിന്റെ ആദരാഞ്ജലികൾ. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് പദ്ധതി ഗുണഭോക്താക്കളുടെ കരട് പട്ടികയിൽ നിന്നും ദുരന്തബാധിതരിലെ ബഹുഭൂരിപക്ഷം പേരെയും ഒഴിവാക്കി. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെടുകയും വാസയോഗ്യമല്ലാതായി തീരുകയും ചെയ്ത 983 കുടുംബങ്ങൾ വാടക വീടുകളിൽ കഴിയുമ്പോഴും കരട് പട്ടികയിൽ ഇടം നേടിയത് 396 കുടുംബങ്ങൾ മാത്രം. മുണ്ടക്കൈ വാർഡിലെ 142 കുടുംബങ്ങളെയും ചൂരൽമല വാർഡിലെ 141 കുടുംബങ്ങളെയും അട്ടമല വാർഡിലെ 113 കുടുംബങ്ങളെയും മാത്രമേ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കരട് പട്ടിക തയ്യാറാക്കുവാൻ ജോൺ മത്തായി സമിതി റിപ്പോർട്ടിലെ സുരക്ഷിത സ്ഥാനങ്ങൾ മാനദണ്ഡമാക്കിയതാണ് അപാകതയ്ക്കിടയാക്കിയതെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. ജലം ഒലിച്ചെത്തിയ പുന്നപ്പുഴയുടെ 30 മീറ്റർ പരിധിക്കുള്ളിലെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കാനായിരുന്നു നിർദ്ദേശമെന്നാണ് മേപ്പാടി പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ഇനി കായിക വാർത്തകൾ. ഹജ്മലിന്റെ കൈകളിൽ സുരക്ഷിതരായി കേരളം. ആദ്യ അവസാനം കളിമെനഞ്ഞ് നിജോ ഗിൽബർട്ടും ഗനി അഹമ്മദ് നിഗമും പകരക്കാരനായി എത്തി. 72-ാം മിനിറ്റിൽ ഗോൾ നേടിയ കോഴിക്കോട്ടുകാരൻ മുഹമ്മദ് അജസലിന്റെ
മികവിൽ കേരളത്തിന് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ വിജയത്തുടക്കം. സന്തോഷ് ട്രോഫി ഗ്രൂപ്പ് എ യോഗ്യതാ റൗണ്ടിൽ റെയിൽവേസിനെ 1-0 കേരളം പരാജയപ്പെടുത്തിയത്. ആദ്യ പകുതിയിൽ റെയിൽവേസിന്റെ മികച്ച മുന്നേറ്റങ്ങൾ കേരളത്തിന്റെ ഗോളി ഹഷ്മൽ വീരോചിതമായി തടഞ്ഞു. രണ്ടാം പകുതിയിൽ ഗോളിനായി ഇരു ടീമുകളും പൊരുതി തുടങ്ങിയതോടെ കളി ചൂടുപിടിച്ചു. ഗോകുലം കേരളയുടെ താരമായ മുഹമ്മദ് അജ്സൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിലാണ് പകരക്കാരനായി കളത്തിലിറങ്ങിയത്. 3 ഡിഫൻഡർമാർക്കിടയിലൂടെ നിജോ ഗിൽബർട്ടിന്റെ പാസ് ബോക്സിന് വലതുവശത്തേക്ക് ഓടിയെത്തിയ അജ്സലിന്റെ ടൈമിംഗ് കൃത്യം മുന്നോട്ട് കയറുവന്ന റെയിൽവേസ് ഗോളി ബർക്കിംഗ്ഹാം ഡൈമേരിയെ തൊട്ടില്ല എന്നതുപോലെ അജ്സലിന്റെ ഷോട്ട്. ഇതോടെ 72-ാം മിനിറ്റിൽ ഒരു ഗോളിന് കേരളം മുന്നിലെത്തി. 6 മിനിറ്റ് ഇഞ്ചുറി ടീമിന്റെ അവസാന സെക്കൻഡ് വരെ മറുപടി ഗോളിനായി റെയിൽവേസും ഒരു ഗോൾ കൂടി നേടാൻ കേരളവും കിണഞ്ഞു പരിശ്രമിച്ചതോടെ മത്സരം ചൂടുപിടിച്ചു. ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ സന്തോഷം കേരളത്തിനൊപ്പം. ഇനി നാളെ വൈകിട്ട് 3:30 ലക്ഷദ്വീപുമായാണ് കേരളത്തിന്റെ അടുത്ത മത്സരം. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.82 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.